അങ്ങനെ നോക്കുമ്പോഴാണ് പിന്നെ പീച്ചിങ്ങ അത് നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ വൈഡായിട്ട് കാണുന്ന സംഭവമാണ്. അതെ അതെ അത് ഇപ്പോഴത്തെ ജനറേഷനൊന്നും അത് അറിയില്ല. തീർച്ചയായിട്ടും അതാ ഞാൻ ചോദിച്ചത്. അപ്പം അതുകൊണ്ട് കാരണം തന്നെ അവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് നല്ല തൂങ്ങിക്കിടന്ന് നമ്മൾ അത് അറിയില്ല. അപ്പോൾ നമ്മളിത് കുറച്ച് കളക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് മാത്രമായിട്ട് കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ രാമച്ചത്തിൻ്റെ ലൂഫ ചെയ്തായിരുന്നു. അപ്പോൾ അത് മുതിർന്നവർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് ഹാർഡാണ്. അപ്പോൾ കുട്ടികൾക്കായിട്ട് എന്ത് കൊണ്ടുവരാം എന്ന് നോക്കിയപ്പോഴാണ് ഈ പീച്ചിങ്ങ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതപ്പോൾ രാമച്ചവും ഉണ്ടായിരുന്നു, പീച്ചിങ്ങയും. അപ്പോൾ ഇതൊരു ലൂഫ മാത്രമായിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടില്ല അപ്പോഴും. രണ്ടും രണ്ട് പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് പോരുന്നത്. അന്ന് നമ്മൾ സോപ്പ് ചെയ്യുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഒരു സോപ്പിൻ്റെ ഒരു റേഞ്ച് ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് രണ്ടും കൂടിയിട്ടൊരു ചെയ്താലോ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ രാമച്ചൻ വെച്ച് എന്തായാലും ചെയ്യാൻ പറ്റില്ല, ഹാർഡായതുകൊണ്ട്. അപ്പോൾ ഈ ലൂഫ വെച്ച് ചെയ്താൽ അത് ഒറ്റ പ്രൊഡക്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോപ്പ് ആയി പ്ലസ് ലൂഫ ആയി. അങ്ങനെയാണ് അത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അത് ലോഞ്ച് ചെയ്തിട്ട് നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു ഗ്രോത്ത് അതിനുണ്ടായിരുന്നു. കാരണം ആരും അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവം. അതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. അത് ഈവൻ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കും കുട്ടികൾക്കും എന്നാൽ മിഡിൽ ഏജസിനും എല്ലാവർക്കും ഒരുപോലെ പോകണ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ സോപ്പ് ആയാലും നമുക്ക് ഒരു സോപ്പ് എന്നുള്ള റേഞ്ചിലല്ല, ബാത്തിങ് ബാർ എന്നാണ് നമ്മൾ പറയുക. കാരണം സോപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഒരുപാട് കെമിക്കൽസ് ആഡ് ആവുന്നുണ്ട്. അപ്പം ബാത്തിങ് ബാർ എന്ന് പറയുമ്പോൾ അതൊരു അത്രയും സോഫ്റ്റായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈവൻ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാമെന്ന് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ നല്ല റീച്ചായിരുന്നു നമുക്ക്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കുള്ള പ്രൊഡക്ട്സിന് എപ്പോഴും അത്രയും ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ബിസിനസ്സും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു എത്തിക്സ് ഉണ്ടാവണം. ആ എത്തിക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് സക്സസ്സിലേക്ക് ആവാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും ഇപ്പോൾ ഈവൻ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു 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 സ്ഥലത്ത് നമ്മൾ വിശന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ട്രസ്റ്റാണ് നമുക്ക് അവർ തരുന്നത്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടോ കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയും അതിൽ മായം കലർത്തരുത്. അതേമാതിരി തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും. കോസ്മെറ്റിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് വരുന്നത് ഇപ്പോൾ അടുത്തന്നെ കണ്ടില്ലേ, ചിലത് വരുമ്പോൾ കിഡ്നിക്കടക്കം പ്രശ്നം ഉണ്ടാകുന്ന ഇപ്പോൾ അടുത്ത് 10 ദിവസം കൊണ്ട് വെളുക്കാം, 5 ദിവസം കൊണ്ട് വെളുക്കാം, 7 ദിവസം കൊണ്ട്. ദയവ് ചെയ്ത് ഈ 7 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് നിങ്ങളുടെ പോക്കറ്റേ വെളുക്കുന്നുള്ളൂ. നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സ്കിന്നിനെ തന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഇത് ചിലരുടെയൊക്കെ സ്കിന്ന് അടർന്നു പോകുന്ന മാതിരിയാണ് വരുന്നത്. ആ ഒരു സ്കിന്നിൻ്റെ ലെയർ പീലായി പോവുകയാണ്. അതെ. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തുണ്ടാവുന്ന ഇതെല്ലാം ഇങ്ങനെ പോയിട്ട് ഞാൻ നിറം വെച്ച് വരണം. അങ്ങനെയല്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം പരസ്യങ്ങളല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ യാതൊരു വലിയ വാഗ്ദാനങ്ങളൊന്നും അല്ലാതെ സ്കിന്നിനെ ഹെൽത്തി ആക്കുന്ന കാര്യങ്ങൾ പറയുന്നു. അതിനെയാണ് നമ്മൾ കുറച്ചും കൂടി എടുക്കേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു ഉറക്കം, ഭക്ഷണ രീതി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ മുഖത്ത് ക്രീമും തേച്ചിരുന്ന് രാത്രി ഉറക്കമില്ല, വേണ്ട വെള്ളവും കുടിക്കുന്നില്ലെങ്കിൽ ക്രീമിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളുടെ ലൈഫ് സ്റ്റൈലും കൂടി നമ്മൾ കുറച്ചും കൂടി എൻജോയ് ചെയ്താൽ മാത്രമാണ് അത് സാധിക്കുള്ളൂ. അപ്പോൾ ശരിക്കും കുഞ്ഞുങ്ങൾക്കുള്ള പ്രൊഡക്ട്സും ഉണ്ട്, ബേബി ഫുഡ്സും ഉണ്ട്. ഓക്കെ. അത് ബേബി ഫുഡിന് എങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയുണ്ട്? അത് നമുക്ക് എൻക്വയറി വരുന്നതിനനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുള്ളൂ, ഉണ്ടാക്കി വെക്കുന്നില്ല. ഓക്കെ. അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ കായപ്പൊടിയാണ് കുഞ്ഞുങ്ങൾക്കുള്ള, മറ്റേ കണ്ണൻ കായപ്പൊടി, നേന്ത്രക്കായയുടെ പൊടി, പിന്നെ റാഗി പൗഡറൊക്കെ നമ്മൾ മുളപ്പിച്ചിട്ടാണ് പൗഡറാക്കുന്നത്. ഓക്കെ. അപ്പം അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത്. അല്ല ഇതൊക്കെ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓരോ ആളുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ രീതിയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പോട്ടെ, ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഈ ഒരു ഇതിലേക്ക് കയറി വന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അപ്പോൾ ഫാമിലി പോട്ടെ, അല്ലാതെ നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്നും ബാക്കിയുള്ളിടത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സപ്പോർട്ടിങ് രീതി, സപ്പോർട്ടും ഉണ്ടാവും. ചില ആൾക്കാരുടെ ഒരു സപ്പോർട്ടിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെയാവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അവർ യഥാർത്ഥത്തിൽ വന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം നമുക്ക് തന്നെ വരില്ലേ? അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? മിക്കവാറും കാണാറുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2-3 അനുഭവങ്ങൾ അടുപ്പിച്ചുണ്ടായിട്ടുണ്ട്. അത് നമ്മൾക്ക് എന്ന് വെച്ചാൽ
നമുക്ക് ആക്ച്വലി നമ്മളുടെ ഓട്ടത്തിൻ്റെ ഇടയിൽ അവർ ഭയങ്കര സപ്പോർട്ടായിരിക്കും. കാരണം ഫാമിലി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരല്ല, അവരൊരു നമ്മളുടെ സപ്പോർട്ടിങ് പില്ലറിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്ക് സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും ഫാമിലി, പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന സർക്കിൾസ് എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അവർ നമ്മൾക്ക് വേണ്ടി മാക്സിമം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. ആ സമയത്ത് നമ്മളുടെ ഒരു പ്രത്യേകത എനിക്കങ്ങനെയായിരുന്നു. ഈവൻ ഞാൻ വരെ ചിന്തിച്ചിട്ടുണ്ട്, ഫാമിലി പോലും ഇത്ര സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, ഫ്രണ്ട്സാണ് എല്ലാം എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഒരു സമയം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഞാൻ പറയുമായിരുന്നു, ഫ്രണ്ട്സാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരാണ് എന്നെ വളർത്തുന്നത് എന്നുള്ളത്. പക്ഷെ അതങ്ങനെയല്ല എന്ന് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു നീഡ്സ് ഉണ്ട്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല, അവരുടെ കാര്യങ്ങൾ നടത്തുക എന്നൊരു ഉദ്ദേശം കൂടി അവർക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഗുണവും ദോഷവും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എനിക്ക് സപ്പോർട്ട് ചെയ്ത സമയത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളെ വിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മളെ തള്ളിപ്പറയുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ്. അതൊരിക്കലും നമ്മുടെ ഫാമിലി ചെയ്യില്ല. അത് തീർച്ചയാണ്. അതാണ് ഈ ഫാമിലീനെ വിട്ടിട്ട് നമ്മൾ ഒരിക്കലും, ഈവൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും, നമ്മൾ പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ ഫാമിലിക്കായിരിക്കണം. നമ്മൾ എത്ര മുമ്പോട്ട് പോയാലും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വീഴ്ച വന്നാലും നമ്മളെ താങ്ങി നിർത്താൻ എപ്പോഴും നമ്മുടെ ഫാമിലിയെ കാണുള്ളൂ. അതൊരു വലിയൊരു സത്യമാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് പഠിച്ചതാണത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അനുഭവം കിട്ടിയ കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആളുകൾക്ക് പല ആവശ്യമുണ്ടാവും. ഏതൊരാളും നമ്മളെ സഹായിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഉള്ളിൽ അവർക്കും എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അത് മേ ബി ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതിൻ്റെ ആഴവും ഇതും കുറവ് എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അത് അവരുടെ ഒരു സന്തോഷം ഉണ്ടാവും. ആ സമയത്ത് നമ്മളത് ചിന്തിക്കില്ല. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ, ഓരോ വ്യക്തികളെയും ഡിപ്പെൻസ് ആണ്. ചില വ്യക്തികളുണ്ട് യാതൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നവരുണ്ട്. പക്ഷെ അത് അവരുടെ ഒരു ക്യാരക്ടറിൽ അത് ഉള്ളത് കൊണ്ടാണ് അവർക്കത് സാധിക്കുന്നത്, യാതൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കാൻ പറ്റുന്നത്. പക്ഷെ അവിടെ അവർക്ക് വളരെ അപൂർവം കണ്ടുള്ളൂ ആ സഹായിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ അംഗീകരിച്ചു എന്നുള്ളൊരു തോന്നൽ മതിയായിരിക്കും ചിലവർക്ക്. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു പോകുന്നവരുണ്ട്, പക്ഷെ അവരെപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അല്ലാത്ത ചില ആൾക്കാർ വെച്ചാൽ നമ്മുടെ കൂടെ ചിലപ്പോൾ സഹായിക്കാനുണ്ടാവും. അവരാണ് നമ്മളെ വളർത്തിക്കൊടുന്നത് എന്നുള്ളൊരു ലെവലിലേക്ക് ലാസ്റ്റ് എത്തും. അതാണ് അങ്ങനത്തെ നമ്മൾ ചെയ്ത വർക്കൊന്നും അവിടെ കാണില്ല. അതായത് ഞാൻ കാരണമാണ് അവൾ ഈ ഒരു നിലയിൽ എത്തിയത് എന്ന് വരെ എത്തും. നമ്മൾ ചെയ്ത ഹാർഡ് വർക്കോ നമ്മൾ ഉറങ്ങാതിരുന്ന സമയങ്ങളോ അതൊന്നും ഉണ്ടാവില്ല. ഈവൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഫാമിലി വരെ അവിടെ വരൂല. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അവർ പറയുന്നത്. അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയണു, എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇതേ രീതിയിലാവണം എന്നില്ല, ഡിപ്പെൻസ്, പലർക്കും പല രീതിയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവർക്കും ഒരു കാലത്തും, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ എപ്പോഴും എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമായ കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ വളരെ അപൂർവമായിട്ട് മാത്രമാണ്, അതും അത്രയും റയർ ആയിട്ടുള്ള ചില മനുഷ്യരെ ഞങ്ങൾക്ക് കാണാൻ പറ്റാറുണ്ട്. വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ ചെയ്യുന്നവര്. അപ്പം നമ്മളിത് എടുത്തു പറയുന്നത് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും അത് ചെയ്തു തന്നു, അവര് പോയി, അവര് പറയൂല, അവരെവിടെയും വരൂല കേട്ടോ. അത് അങ്ങനെയുള്ള ആൾക്കാരും എൻ്റെ ലൈഫിലുണ്ട് കേട്ടോ. അത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസാ ഞാൻ പറയും. അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുന്നവരാണ് ഏറ്റവും ബ്ലെസ്ഡ് എന്ന് ഞാൻ പറയും. ഇപ്പൊ എനിക്ക് സ്റ്റിൽ എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊന്നിനുമില്ല, എന്നാൽ നമ്മളൊരു ആവശ്യത്തിന് വിളിച്ചാൽ അവരായിരിക്കും ആദ്യം വരിക. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ ഒരു വാല്യൂവും കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും വാല്യൂ കൊടുക്കാതെ നിർത്തിയ ആൾക്കാരാണ് നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുക. അല്ല, നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് സഹായവുമായിട്ട് പലരും പല രീതിയിലും വരും. അതിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം എന്തായാലും ആ ഒരു റേഡിയോഗ്രാഫർ എന്നുള്ളൊരു ജോലിയിൽ നിൽക്കുമ്പോഴും കുറേ പേരെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് വേറൊരു രീതിയിലുള്ളതാണ്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് കൊണ്ടുവന്ന് ഒരുപാട് പേരുടെ ഉള്ളിലേക്ക് ഒരു വലിയൊരു മെസ്സേജും കൂടി കൊടുക്കാൻ പറ്റി. അതായത് എനിക്ക് സ്വന്തം എൻ്റെ പേരിലാവാമായിരുന്നു എന്നുള്ളൊരു കാര്യത്തിനെ മാറ്റി നിർത്തിയിട്ട് ഉമ്മയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തു. പിന്നെ അത് മാത്രമല്ല, വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവനവൻ ചെയ്യുന്ന ജോലിയിൽ എൻജോയ് ചെയ്ത് ചെയ്യുക.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എൻജോയ് ചെയ്താലാണ് നമുക്ക് ആ വർക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഓഫ് ടൈം കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ശരിക്കും ഓരോരുത്തരും അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറി വളർന്നു വരുന്നതല്ല. ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ വളർന്നിട്ട് തന്നെയാണ് ഇവരെല്ലാവരും എത്തുന്നത്. പലപ്പോഴും ഇത് വേണ്ടെന്ന് വെക്കാം എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ അവിടുന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവാണ് അല്ലേ ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ആ ഒരു വേണ്ടെന്ന് വെക്കുമ്പോഴും നമ്മൾ എന്താണ് മുന്നോട്ട് കൊണ്ടുവന്നത്? ഇല്ല, നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ ബാക്കിലേക്ക് ഒരു 2 മിനിറ്റ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ചില സമയത്ത് തോന്നും എല്ലാം നിർത്തി വീട്ടിലിരിക്കാം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഈവൻ ഉമ്മച്ചി വരെ ചോദിക്കാറുണ്ട്, നിനക്കതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഹസ്ബൻഡിന് ജോലി ഉണ്ടല്ലോ, വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോരെ, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടാണ് ആൻസി എന്നുള്ളത് എൻ്റെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോഴും നമ്മളായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഭവം അതിന് നമുക്കൊരു വാല്യൂ ഉണ്ടാവും എപ്പോഴും. കാരണം ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ഞാൻ എടുത്തിട്ടുള്ള എഫേർട്ട് ഞാൻ മാത്രം എടുത്തിട്ടുള്ളതാണ്, ഒരാളും എനിക്ക് അന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ട് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പം നിർത്താം എന്ന് ആലോചിക്കുമ്പോഴും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അതൊക്കെ നമ്മൾക്ക് ഇനി ആദ്യം മുതൽ തുടങ്ങാന്ന് വെച്ചാൽ ഈസി അല്ല. അപ്പം നമുക്കത് മുന്നോട്ട് പോകാൻ ഒന്നും കൂടി ഒരു ആ ഒരു ഇത് തോന്നുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനം. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഏതുവരെ എത്തി, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെയൊക്കെ കുഴപ്പം നമുക്ക് എന്തൊന്നും പറ്റിയില്ല, എനിക്കെല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെഗറ്റീവ് സൈഡ് മാത്രം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ പോസിറ്റീവ് സൈഡ് കിട്ടുമ്പോൾ പിന്നെ നമ്മളാണ് ഹാർഡ് വർക്ക് ചെയ്തത്, ഇത് എൻ്റെ ആണ്, ഇതെനിക്ക് കൊണ്ടുവരണം എന്നൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു കുറേ നല്ല കാര്യങ്ങൾ ആളുടെ മൈൻഡിൽ നിന്ന് തന്നെ ആൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പലപ്പോഴും പല വീഡിയോസിലായിട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, റിലേറ്റ് ചെയ്യണം ഓരോ ആളുകളുടെയും. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും കൗൺസിലിങ്ങിൻ്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ആളുകളോട് സംസാരിക്കുമ്പോഴും അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന പോയിൻറ്റ്സും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് അങ്ങോട്ട് വരും, നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മളത് പറയുന്നത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി അങ്ങോട്ട് മുകളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന്, കാരണം നമ്മുടെ ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ലോകത്തിന് കൊടുക്കുക. നമുക്ക് ഒരു കടപ്പാടുണ്ടാവുകയാണ് ഈ ഒരു യൂണിവേഴ്സിനോട് നമുക്ക് തന്നതിന്. പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇനിയും കണ്ടെത്താത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നാറുണ്ട് പ്രകൃതിയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ കണ്ടുപിടിക്കാനും ആ ഒരു ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ആളുകൾക്ക് കൊണ്ടുവരാനും സാധിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ താങ്ക് യു. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ബാക്കിലേക്ക് പോകാം. മറ്റേ വെച്ചോ. വലിയ പേടിക്കുന്നത്